പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് നേരിട്ടുള്ള പ്രതിദിന സർവീസുകൾ ആരംഭിച്ച ആകാശ് എയർ. യാത്രക്കാരുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണ് പുതിയ സർവീസുകൾക്ക് തുടക്കമിട്ടത്. ബംഗളൂരുവിൽ നിന്നും മുംബൈയിൽ നിന്നുമാണ് അബുദാബിയിലേക്ക് നേരിട്ടുള്ള പുതിയ സർവീസുകൾ തുടങ്ങിയത്. UAE-യിലേക്കുള്ള യാത്രക്കാരുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണ് പുതിയ സർവീസുകൾ ആരംഭിച്ചത്. ബംഗളൂരുവിൽ നിന്ന് നേരിട്ടുള്ള പ്രതിദിന വിമാന സർവീസുകൾ രാവിലെ 10 മണിക്ക് പുറപ്പെടും. അബുദാബിയിൽ ഉച്ചയ്ക്ക് 12:35 എത്തിച്ചേരും. തിരികെയുള്ള വിമാനം പുലർച്ചെ 3 മണിക്ക് അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട പ്രാദേശിക സമയം രാവിലെ 8:45 മണിക്ക് ബംഗളൂരുവിലെത്തും. അഹമ്മദാബാദിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് രാത്രി 10:45 അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ട പുലർച്ചെ 1 മണിക്ക് അബുദാബിയിലെത്തും. തിരികെ അവിടെ നിന്നും ഉച്ചയ്ക്ക് 2:50 പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം വൈകിട്ട് 7:25 അഹമ്മദാബാദിൽ എത്തിച്ചേരും. നിലവിൽ ആകാശ് എയർ 22 ഇന്ത്യൻ നഗരങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത്. 5 അന്താരാഷ്ട്ര നഗരങ്ങളിലേക്കും സർവീസുകൾ നടത്തുന്നുണ്ട്. ദോഹ, ജിദ്ദ, റിയാദ്, അബുദാബി, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കാണ് അന്താരാഷ്ട്ര സർവീസുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ സർക്കാർ മേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് ജോലി മാറാൻ അനുമതി. വിദ്യാഭ്യാസ യോഗ്യത ജോലി മാറ്റത്തിന് തടസ്സമാകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസി അഫയേഴ്സ് ആണ് ജോലി മാറ്റം സംബന്ധിച്ചുണ്ടായിരുന്ന നിയന്ത്രണം എടുത്തുമാറ്റിയത്. സർക്കാർ മേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് മാറുന്നത് പോലെ സ്വകാര്യ മേഖലയിൽ നിന്ന് സർക്കാർ മേഖലയിലേക്ക് ജോലി മാറാൻ അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജോലി ചെയ്യുന്ന മേഖലയനുസരിച്ച് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. അതിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് പുതിയ പരിഷ്കാരം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡൽഹിക്കും ടോക്കിയോയ്ക്കും ഇടയിലുള്ള നോൺ സ്റ്റോപ്പ് സർവീസിൽ മാറ്റം വരുത്തി എയർ ഇന്ത്യ. ജപ്പാന്റെ ഓൾ നിപ്പോൺ എയർവേസുമായി കോഡ് ഷെയർ കരാറും എയർ ഇന്ത്യ പ്രഖ്യാപിച്ചു. മാർച്ച് 31 മുതൽ നരീറ്റ ഇന്റർനാഷണൽ എയർപോർട്ടിന് പകരം ടോക്കിയോ ഹനേഡ എയർപോർട്ടിലേക്ക് 4 പ്രതിവാര വിമാന സർവീസുകൾ എയർ ഇന്ത്യ നടത്തും. സെൻട്രൽ ടോക്കിയോയിലേക്കുള്ള യാത്രക്കാരുടെ വർധനവ് കാരണമാണ് സർവീസ് കൂട്ടിയത്. ജപ്പാൻ നാഷണൽ ടൂറിസം ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് 2024 2,33,000 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ജപ്പാൻ സന്ദർശിച്ചു. ഇത് മുൻ വർഷത്തേക്കാൾ 40% വർധനവാണ്. 70 കിലോമീറ്റർ അകലെയുള്ള നരീറ്റയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുന്ന ഹനേദ വിമാനത്താവളം ടോക്കിയോ നഗരത്തിൽ നിന്ന് 18 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ടോക്കിയോ സ്റ്റേഷനിലേക്കുള്ള യാത്ര ഏകദേശം 30 മിനിറ്റായി വെട്ടിക്കുറയ്ക്കും. അതേസമയം റെഗുലേറ്ററി അനുമതികൾ തീർപ്പാക്കാത്ത ഓൾ നിപ്പോൺ എയർവേസുമായി വിപുലീകരിച്ച കോഡ് ഷെയർ കരാറും എയർ ഇന്ത്യ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 1 മുതൽ ഹനേഡയിൽ നിന്ന് ജപ്പാനിലെ ഫുക്കുവോക്കോ, ഹിരോഷിമ, നഗോയ, ഒക്കിനോവ, ഒസാക്ക, സപ്പോറോ എന്നീ 6 നഗരങ്ങളിലേക്കുള്ള ഓൾ നിപ്പോൺ എയർവേസിന്റെ വിമാനങ്ങൾ എയർ ഇന്ത്യ അതിന്റെ NH കോഡ് സ്ഥാപിക്കും. ഇത് എയർ ഇന്ത്യ യാത്രക്കാർക്ക് അവരുടെ അവസാന ലക്ഷ്യസ്ഥാനത്തേക്ക് ബാഗേജുകൾ പരിശോധിച്ച് ഒറ്റ ടിക്കറ്റ് യാത്രകൾ ബുക്ക് ചെയ്യാൻ അനുവദിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പറക്കും ടാക്സികൾ നിർമ്മിക്കുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനുമായി സൗദി അറേബ്യ US കമ്പനിയുമായി സഹകരിക്കുന്നു. 2026 അവസാനത്തോടെ വിമാനം പുറത്തിറക്കാനാണ് ലക്ഷ്യം. H1X പറക്കും ടാക്സികൾ നിർമ്മിക്കാനും കയറ്റുമതി ചെയ്യാനുമാണ് കരാറായത്. വ്യക്തിഗത ഉപഭോഗത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിമാനം ഗ്യാരേജിൽ പാർക്ക് ചെയ്യാവുന്നതും വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാവുന്നതും ഡ്രൈവ് വേയിൽ നിന്ന് പറന്നുയരാവുന്നതുമാണ്. 2 സീറ്റുള്ള വിമാനമാണിത്. സൗദിയിലെ എയ്റോ ഇൻഡസ്ട്രീസായി പ്രവർത്തിക്കുന്ന ഇന്നോവേഷൻ വിങ്സ് ഇൻഡസ്ട്രീസിൽ നിന്ന് വിമാന നിർമ്മാണത്തിനായി $30 മില്യൺ നിക്ഷേപം നേടിയതായി ഡൊറോണി എയ്റോസ്പേസ് അറിയിച്ചു. 2026 അവസാനത്തോടെ വിമാനം പുറത്തിറക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ റമദാൻ മാസത്തിലെ കൃത്രിമ വിലക്കയറ്റം തടയാൻ കർശന നടപടികൾ എടുക്കുമെന്ന് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പരിശോധന നടന്നുവരും. വിലസ്ഥിരത, ന്യായമായ വ്യാപാര രീതികൾ, ഉപഭോക്തൃ സംരക്ഷണം എന്നിവ ഉറപ്പാക്കാൻ വിപണികളിൽ നിരീക്ഷണം ശക്തമാക്കി. ന്യായമായ വിലയ്ക്ക് അവശ്യ വസ്തുക്കളുടെ ലഭ്യത നിലനിർത്തുന്നതിനും വിതരണക്കാർ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും അധികൃതർ കർശന പരിശോധനയാണ് നടത്തുന്നത്. അന്യായമായ വിലവർധനയിലൂടെയോ വഞ്ചനാപരമായ നടപടികളിലൂടെയോ റമദാൻ ആവശ്യകതയെ ചൂഷണം ചെയ്യാനുള്ള ശ്രമത്തിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അധികൃതർ അറിയിച്ചു. പഴം, പച്ചക്കറികൾ പോലുള്ള അവശ്യ വസ്തുക്കളുടെ ആവശ്യകത റമദാൻ മാസത്തിൽ കുത്തനെ കുതിച്ചുയരും. പ്രാദേശികവും ഇറക്കുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.